Hello students, today I am going to discuss the next very important topic from the chapter aldehydes, ketones and carboxylic acid, that is methods for the preparation of aldehydes and ketones. Methods for the preparation of aldehydes and ketones. Okay. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യമായിട്ട് ആൽഡിഹൈഡ്സിനും കീറ്റോൺസിനുമുള്ള കോമൺ ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദ കോമൺ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് aldehydes and ketones. Okay. Aldehydes and ketones are prepared from alcohols and also from hydrocarbons. അപ്പോൾ ആൽക്കഹോളിൽ നിന്നും നമുക്ക് ആൽഡിഹൈഡ്സ് കീറ്റോൺസ് ഉണ്ടാക്കാം ഫ്രം ആൽക്കഹോൾസ്. ഓക്കെ, ഈ മെത്തേഡ് ഓൾറെഡി നിങ്ങൾ ലാസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചതാണ്. ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് ഈതേഴ്സിൽ പഠിച്ചതാണ്. ആൽക്കഹോൾസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിലാണ് നിങ്ങൾ പഠിച്ചത്. ഓക്കെ, ഫ്രം ആൽക്കഹോൾസ്, ദെൻ ഫ്രം ഹൈഡ്രോകാർബൺസ്. ഓക്കെ, ആൽക്കഹോളിൽ നിന്ന് രണ്ട് രീതിയിൽ നമുക്ക് ആൽഡിഹൈഡ്സ് കീറ്റോൺസ് ഉണ്ടാക്കാം. ഫസ്റ്റ് മെത്തേഡ് ഓക്സിഡേഷൻ. ദ സെക്കൻഡ് മെത്തേഡ് കാറ്റലിറ്റിക് ഡീഹൈഡ്രജനേഷൻ. Okay, oxidation of primary alcohols gives aldehyde and oxidation of secondary alcohols give ketones. അതുപോലെ when the alcohol vapors are passed over heated copper catalyst, primary alcohol and secondary alcohol undergo dehydrogenation to form aldehydes and ketones respectively. Primary alcoholന്റെ വേപ്പേഴ്സിനെ കോപ്പർ കാറ്റലിസ്റ്റിന്റെ മുകളിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൽഡിഹൈഡ് കിട്ടും. സെക്കൻഡറി ആൽക്കഹോളിന്റെ വേപ്പേഴ്സിനെ കോപ്പർ കാറ്റലിസ്റ്റിന്റെ മുകളിലൂടെ, ഹീറ്റഡ് കോപ്പർ കാറ്റലിസ്റ്റിന്റെ മുകളിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കീറ്റോൺസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ എന്താണ് ആൽക്കഹോൾസിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ പഠിച്ചതാണ്. എൻ്റെ ലാസ്റ്റ് വീഡിയോസിൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കഹോൾസ്, അത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ റിയാക്ഷൻസ് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അതുകൊണ്ട് ഞാൻ ഈ റിയാക്ഷൻ ഞാൻ ഇവിടെ പറയുന്നില്ല. പക്ഷെ ലെക്ചർ നോട്ട്സ് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടി കാണുക, അതിനുശേഷം റിയാക്ഷൻസ് എഴുതുക. ഓക്കെ, then the next method from hydrocarbons. ഇവിടെ നിങ്ങൾക്ക് ആൽക്കൈനിൽ നിന്നും ആൽഡിഹൈഡ്സും കീറ്റോൺസും ഉണ്ടാക്കാം. ഫ്രം ആൽക്കീൻ ആൻഡ് ഫ്രം ആൽക്കൈൻ, YN. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആൽക്കീൻ ഈസ് സബ്ജക്റ്റഡ് ടു ഓസോനോലിസിസ്. ആൽക്കീനിനെ നിങ്ങൾ ഓസോണോലിസിസ് റിയാക്ഷൻ, അതായത് ആൽക്കീനെ നിങ്ങൾ ഓസോണുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ആൽഡിഹൈഡും കീറ്റോണും കിട്ടും. അതുപോലെ ആൽക്കൈൻ ഈസ് സബ്ജക്റ്റഡ് ടു acid catalyzed hydration reaction. Okay, alkynes are treated with the water. In the presence of acid catalyst, you will get aldehydes and ketones. അപ്പോൾ ഈ റിയാക്ഷൻ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് നോക്കാം. യെസ്, അപ്പോൾ ഇവിടെ നമുക്ക് ആൽക്കീനിനെ ഓസോനോളിസിസിന് വിധേയമാക്കാം. ഞാൻ അതിൻ്റെ ജനറൽ റിയാക്ഷനാണ് ഞാൻ പറയുന്നത്. ജനറൽ റിയാക്ഷൻ നിങ്ങൾ ശരിക്കും പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് എക്സാമ്പിൾ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ആൽക്കീൻ ഈസ് ട്രീറ്റഡ് വിത്ത് ഓസോൺ O3. Okay, here forms an addition compound called ozonide. അപ്പോൾ ഈ ഓസോണൈഡിന്റെ സ്ട്രക്ചർ ഓർക്കാൻ എളുപ്പ വഴി ഈ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് അങ്ങോട്ട് കളയാം. Then an ozone molecule consists of 3 oxygen atom. So 1 oxygen atom 2 കാർബൺ ആറ്റങ്ങൾ തമ്മിൽ ലിങ്ക് ചെയ്തു, ലൈക്ക് COC. ബാക്കിയുള്ള 2 ഓക്സിജൻ ഇത്തരത്തിലാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ COC COO. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്തു, ഈ ഡബിൾ ബോണ്ട് നമ്മൾ കളഞ്ഞു, ഇവിടെ O എഴുതി, ഇവിടെ O എഴുതി, ഇവിടെ O എഴുതി. ഓക്കെ, ദെൻ ബോണ്ട്. യെസ്, like this. Okay, അതാണ് ഇവിടെ ഫോം ചെയ്ത കോമ്പൗണ്ട്. This addition product is called ozonide. Ozonide form ചെയ്യും. Then this ozonide is treated with zinc and water. Zinc and water. Please listen. Carbon oxygen bond break ചെയ്തു, ഓക്സിജൻ ബോണ്ട് ബ്രേക്ക് ചെയ്തു. ഇത്തരത്തിലാണ് ബോണ്ട് ക്ലീവേജ് നടക്കുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുന്നു. ഈ കാർബൺ ഓക്സിജൻ ബോണ്ട് ബ്രേക്ക് ചെയ്തു, ഈ കാർബൺ ഓക്സിജൻ ബോണ്ട് ബ്രേക്ക് ചെയ്തു, ഈ ഓക്സിജൻ ബോണ്ട് ബ്രേക്ക് ചെയ്തു. The valency of carbon is 4. അപ്പോൾ ഇത് പ്രകാരം ഇപ്പോൾ ഈ കാർബണിന്റെ 3 വാലൻസി മാത്രമാണ് സാറ്റിസ്ഫൈ ചെയ്തത്. 1 2 3. അപ്പോൾ ഹിയർ കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ട്. ഓക്കെ, ആൻഡ് ഹിയർ ഫോംസ് C കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ട് പ്ലസ് C ഡബിൾ ബോണ്ട് O. യെസ്, ഇത്തരത്തിലാണ് ബോണ്ട് ക്ലീവേജ് നടക്കുന്നത്. ശരിക്കും മനസ്സിലാക്കുക, കാർബൺ ഓക്സിജൻ ബോണ്ട് ക്ലീവ്ഡ് ആൻഡ് ഓക്സിജൻ ബോണ്ട് ഓൾസോ ഗെറ്റ് ക്ലീവ്ഡ്. ഓക്കെ, അപ്പോൾ when alkenes are treated with ozone to form ozonide, then the ozonide is treated with zinc and water to form aldehyde and ketones, which depend upon the nature of starting alkene. അപ്പോൾ ഇവിടെ ഫോം ചെയ്ത സ്റ്റാർട്ടിംഗ് ആൽക്കീനിന്റെ സ്വഭാവം അനുസരിച്ച് ഇവിടെ ഫോം ചെയ്യുന്ന എന്താണ്, ഈ രണ്ട് കോമ്പൗണ്ടും ആൽഡിഹൈഡ് ആകാം, ഓക്കെ, അല്ലെങ്കിൽ കീറ്റോൺസ് ആകാം. ഒന്ന് ആൽഡിഹൈഡ് ആകാം, മറ്റേത് കീറ്റോൺ ആകാം. ഇതാണ് ജനറൽ റിയാക്ഷൻ. ഈ റിയാക്ഷൻ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഏത് എക്സാമ്പിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, പ്ലീസ് ലിസൺ. ഞാൻ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് എഴുതാൻ പോകുന്നത്. സിമ്പിൾ എക്സാമ്പിൾ, CH2 ഡബിൾ ബോണ്ട് CH2 double bond CH2. This compound is called ethene. Ethene plus ozone gives, ഏത് ബോണ്ടാണ് ബ്രേക്ക് ചെയ്തത്? കാർബൺ ഡബിൾ ബോണ്ട് നമ്മൾ കളയാം അല്ലേ. അപ്പോൾ CH2. പിന്നെ ഇവിടെ ചെയ്ത പോലെ ഈ കാർബൺ 2 കാർബൺ ആറ്റങ്ങൾ ഓക്സിജൻ കൊണ്ട് ലിങ്ക് ചെയ്യിപ്പിക്കുക, COC, then COO. Okay, this compound is called ethene ozonide. Then this ethene ozonide is treated with zinc and water
zinc and water. Please listen. Carbon oxygen bond, oxygen or oxygen bond break ചെയ്തു. Then this carbon, yes, oxygenuമായിട്ട് double bond form ചെയ്തു. This carbon is already bonded with two hydrogen. Okay, like this. HCHO plus HCHO. Okay, here you will get two molecules of methanol. Two molecules of methanol or formaldehyde form ചെയ്തു. Two molecules of methanol or formaldehyde. Okay. Then the next example. Okay. So again, CH3, CH double bond CH2. This compound is called propene. Propene is treated with ozone. CH3, CH, CH2, ഇതേപോലെ OC, COC, then OO, COOC. Okay, here forms propene ozonide. Then this propene ozonide is treated with zinc and water, bond cleavage like this. Then here forms the product CH3, C, this carbon is bonded with hydrogen, CH, and here carbon oxygen in the middle, double bond form CH3CHO. This compound is called ethanol. Ethanol plus CH2O means what? CH2O, H, CH, C, double bond O, methanol. ഇവിടെ നിങ്ങൾ കിട്ടിയത് എന്താണ്? A mixture of aldehydes, ethanol and methanol. Okay, നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. നെക്സ്റ്റ് ആൽക്കീൻ CC double bond C, ഇവിടെ നമുക്ക് ഒരു സൈഡ് ചെയിൻ അല്ലേ, സൈഡ് ചെയിൻ കൊടുക്കാം. അപ്പോൾ CH3, CH3, CH2, 1, 2, 3, 2-methyl propene. Yes, 2-methyl propene നമുക്ക് നോക്കാം. 2-methyl propene നമുക്ക് ഓസോണുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കാം. When 2-methyl propene is treated with ozone, here you will get ozonide. What is the structure of that ozonide? CH3, CH3, ഈ ഡബിൾ ബോണ്ട് അങ്ങോട്ട് കളയാം. Okay, then CH2, then COC, COOC. Okay, yes, you will get corresponding ozonide. Then this ozonide is treated with zinc and water, bond cleavage like this, and forms the product. Please listen. This compound is called propanol plus C, next compound CH2, C single bond H, C single bond H, carbon oxygen double bond. ഇതൊരു ആൽഡിഹൈഡ് ആണ് നമുക്കറിയാം. ഓക്കെ, ഈ ആൽഡിഹൈഡ് പേരെന്താ? മെഥനാൽ ആണ്. മെഥനാൽ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബ്രാഞ്ച്ഡ് ചെയിൻ ആൽക്കീനാണ് യൂസ് ചെയ്തത്. 2-methyl propene is a branched chain alkene. Then this branched chain alkene is subjected to ozonolysis. You will get a mixture of ketone and aldehyde. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, ഇവിടെ ഫോം ചെയ്ത ഫൈനൽ പ്രോഡക്റ്റിൻ്റെ നേച്ചർ ഓക്കെ സ്റ്റാർട്ടിംഗ് ആൽക്കീനിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന കാര്യം നമുക്ക് മനസ്സിലായി. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് മെത്തേഡ് ആസിഡ് കാറ്റലൈസ്ഡ് hydration of alkynes. Next method, hydration of alkynes. Please listen. CH triple bond CH, the simplest alkyne, ethane. Okay, ethane, when ethane is subjected to
hydration, the addition of water, HOH, in the presence of dilute sulfuric acid and mercuric sulfate, HgSO4, which act as catalyst. The addition of the elements of water, that is H plus and OH minus, to this alkyne takes place according to Markovnikov's rule. Here, the negative part attacks the triple bond carbon atom having less number of hydrogen. Negative part, that OH minus, hydrogen atomത്തിന്റെ എണ്ണം കുറവുള്ള ട്രിപ്പിൾ ബോണ്ട് കാർബണുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു. പക്ഷേ ഇത് കുഴപ്പമില്ല, ഇത് സിമെട്രിക്കൽ ആൽക്കൈൻ ആയതുകൊണ്ട് രണ്ട് ട്രിപ്പിൾ ബോണ്ട് കാർബണിലുമുള്ള ഹൈഡ്രജൻ എണ്ണം ഈക്വൽ ആയതുകൊണ്ട് ഏത് കാർബണുമായിട്ട് OH മൈനസ് പോയി ലിങ്ക് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ എന്ത് ചെയ്തു? ദിസ് OH മൈനസ് അറ്റാക്സ് ദിസ് ട്രിപ്പിൾ ബോണ്ട് കാർബൺ, H പ്ലസ് മറ്റേ ട്രിപ്പിൾ ബോണ്ട് കാർബണുമായിട്ട് ബോണ്ട് ഫോം ചെയ്തു. Forms the product, please listen, CH2. അപ്പോൾ ട്രിപ്പിൾ ബോണ്ടിലുള്ള ഒരു പൈ ബോണ്ട് ബ്രേക്ക് ചെയ്തു, ഇറ്റ് ബിക്കം സിംഗിൾ ബോണ്ട് CHOH. ഓക്കെ, ഇതൊരു അൺസാച്ചുറേറ്റഡ് ആൽക്കഹോൾ ആണ്. ഓക്കെ, ഇത് അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ ഇത് സ്റ്റേബിൾ ആകാൻ വേണ്ടി ഇതിൽ ചില റീഅറേഞ്ച്മെന്റ് നടക്കുന്നു. റീഅറേഞ്ച്മെന്റ്. ഓക്കെ, റീഅറേഞ്ച്മെന്റ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് ഈ OH ബോണ്ട് ബ്രേക്ക് ആവും. OH ബോണ്ട് ബ്രേക്ക് ആവുന്നു. അപ്പോൾ ഈ H എന്താണ്? യെസ്, തൊട്ടടുത്ത ഡബിൾ ബോണ്ട് കാർബണോട് പോയി ബോണ്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ CH2 becomes CH3. ദെൻ ഇവിടെയുള്ള ഒരു പൈ ബോണ്ട് കൂടി ബ്രേക്ക് ആവുന്നു. ഡബിൾ ബോണ്ട് ബിക്കം സിംഗിൾ ബോണ്ട് CHO, CH3, CHO. You will get ethanol. ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ കോമ്പൗണ്ട് എന്താണ്? എഥനാൽ ആണ്, ആൽഡിഹൈഡ് ആണ്, അല്ല? അപ്പൊ ഈഥൈൻ is treated with water in the presence of dilute H2SO4 and HgSO4. ഇവിടെ ആദ്യം ഒരു അൺസാച്ചുറേറ്റഡ് ആൽക്കഹോൾ ഫോം ചെയ്തു, അത് അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ സ്റ്റേബിൾ ആകാൻ വേണ്ടി അത് ചില റീഅറേഞ്ച്മെന്റ് നടന്നു. അപ്പോൾ ഈ OH ബോണ്ട് ബ്രേക്ക് ചെയ്തു, തൊട്ടടുത്ത ഡബിൾ ബോണ്ടിന്റെ മറ്റേ ഡബിൾ ബോണ്ട് കാർബണുമായിട്ട് ബോണ്ട് ഫോം ചെയ്തു. CH2 becomes CH3. Then ഡബിൾ ബോണ്ട് becomes single bond CHO. You will get ethanol. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. CH3 C ട്രിപ്പിൾ ബോണ്ട് CH, പ്രൊപ്പൈൻ. പ്രൊപ്പൈൻ ഒരു അൺസിമെട്രിക്കൽ ആൽക്കൈൻ ആണ്. കാരണം ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിലുമുള്ള ഗ്രൂപ്പ്സ് ഡിഫറെന്റ് ആണ്. ഇത് അൺസിമെട്രിക്കൽ ആൽക്കൈൻ ആണ്. യെസ്, ദ പ്രൊപ്പൈൻ ഈസ് ട്രീറ്റഡ് വിത്ത് വാട്ടർ in the presence of dilute sulfuric acid and mercuric sulfate. The OH minus attacks the triple bonded carbon atom having less number of hydrogen. H plus attacks the triple bonded carbon atom having more number of hydrogen. That means here the addition takes place according to Markovnikov's rule. The negative part, that is OH minus, attacks the triple bonded carbon atom having less number of hydrogen. Yes, അപ്പോൾ ഇവിടെ ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് എന്താ? CH3 COH, ട്രിപ്പിൾ ബോണ്ടിലെ വൺ പൈ ബോണ്ട് ബ്രേക്ക് ചെയ്തു, it becomes double bond CH2. Yes, here forms an unsaturated alcohol. Unsaturated alcohol, double bond alcohol ആണ്, unsaturated alcohol ആണ്, unstable ആണ്. നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേബിൾ ആകാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഈ OH ബോണ്ട് ബ്രേക്ക് ചെയ്തു. ഇതിൽ ഹൈഡ്രജൻ തൊട്ടടുത്ത ഡബിൾ ബോണ്ട് കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. ഇവിടെ സം റീഅറേഞ്ച്മെന്റ് നടന്നു. റീഅറേഞ്ച്മെന്റ്.
rearrangement നടന്നു and here forms the product. Please listen. CH3 C, okay, കാർബണും ഓക്സിജനും തമ്മിൽ ഡബിൾ ബോണ്ട് ഉണ്ടായി CH3CO CH3. This double bond becomes single bond CH3. ഓക്കെ, അപ്പൊ ഇവിടെ ഫോം ചെയ്യുന്നത് കീറ്റോൺ ആണ്, പ്രൊപ്പനോൺ ആണ്. യെസ്, പ്രൊപ്പനോൺ. അപ്പൊ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്തത് ആൽഡിഹൈഡ്സിനും കീറ്റോൺസിനും കോമൺ ആയിട്ടുള്ള മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ആണ്. എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആൽഡിഹൈഡ്സിന് മാത്രമായിട്ടുള്ള മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ആണ്, മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്. ഓക്കെ, ഗുഡ് ബൈ, സ്റ്റഡി വെൽ.